ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതാണ് കേട്ടോ. ഞാൻ ഇന്നൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു അമ്മേനെ കണ്ടു. അപ്പോൾ ആ അമ്മേൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, അമ്മ എവിടെ പോയതാന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഞാൻ എൻ്റെ വീട്ടിലുള്ള പട്ടി ഒന്ന് കടിച്ചു, അപ്പോൾ അതിൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ, രണ്ടാമത്തെ കുത്തിവയ്പ്പ് എടുക്കാൻ പോയതാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയല്ലേ, അതൊന്ന് കടിച്ചെന്ന് കരുതി ഇപ്പം എന്തിനാ കുത്തിവയ്പ്പ് എടുക്കുന്നത്? പിന്നെ മക്കൾ നിർബന്ധിച്ചുകൊണ്ടാ, മക്കൾ സ്വയം തരാത്തതുകൊണ്ടാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ആ മക്കൾക്കൊരു വലിയ പിന്നെ ഈ അമ്മയെപ്പോലുള്ള കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും. അപ്പം എനിക്കറിയാം നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള, അതായത് പട്ടിയും പൂച്ചയൊക്കെ കടിച്ചാൽ കുത്തിവെപ്പെടുക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുന്ന നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വളർത്തു മൃഗങ്ങൾ, അതായത് പട്ടിയോ പൂച്ചയൊക്കെ ആയിക്കോട്ടെ, ഇതിൻ്റെ കടിയിൽ നിന്നും അതിൽ നിന്നുമൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളൊരു രോഗമാണ് നമുക്ക് പേവിഷബാധ. അപ്പോൾ എല്ലാ പട്ടിയും പൂച്ചയും കടിച്ചാലൊന്നും നമുക്ക് പേവിഷബാധ ഉണ്ടാവത്തില്ല. പേവിഷബാധ ഏറ്റിട്ടുള്ള പട്ടിയോ പൂച്ചയോ ഒക്കെ കടിക്കുകയോ മാന്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പേവിഷബാധ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് പേവിഷബാധ? പേവിഷബാധ എന്ന് പറയുന്ന ഒരു വൈറൽ രോഗമാണ്. ഇതൊരു സൂനോട്ടിക് ഇൻഫെക്ഷനാണ്. സൂനോട്ടിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലോട്ട് പകരാൻ സാധ്യതയുള്ള രോഗം. അത് നമുക്ക് പട്ടികളിൽ നിന്നും പൂച്ചകളിൽ നിന്നും മലക്കുറുനരികളിൽ നിന്നും അതുപോലുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അതിലേറ്റവും കൂടുതൽ പട്ടി പൂച്ചയാണ്. അതിൽ തന്നെ പട്ടികളിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ മൃഗങ്ങളുടെ, അതായത് പേവിഷബാധ ഏറ്റിട്ടുള്ള മൃഗങ്ങളുടെ ഉമ്മിനീരിലായിരിക്കും ഈ വൈറസ് കാണുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ കടിയോ മാന്തലോ ഒക്കെ ഏൽക്കുമ്പോൾ ആ മുറിവിൽ കൂടി ഈ വൈറസ് നമ്മുടെ പേശിക്കുള്ളിലുള്ള നാഡികളിലേക്ക് എത്തും. അവിടെ നിന്നും ഇത് നമ്മുടെ തലച്ചോറിലോട്ടെത്തും. എന്നിട്ട് തലച്ചോറിൽ ചെന്നിട്ട് തലച്ചോറിന് വീക്കം, അതായത് എൻസെഫലൈറ്റിസ് ഉണ്ടാക്കി ആ രോഗി അല്ലെങ്കിൽ ആ വ്യക്തി മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു ചികിത്സയില്ല. രോഗം വന്നിട്ടുണ്ടെങ്കിൽ രോഗി മരണത്തിന് കീഴ്പ്പെടുക തന്നെ ചെയ്യും. അതായത് ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ രോഗനിർണയവും കുറച്ച് പാടാണ്. നമ്മൾ മരിച്ചതിന് ശേഷം, ആ രോഗി മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴിയാണ് നമുക്ക് പേവിഷബാധയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതായത് ജീവനുള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ രോഗനിർണയവും പാടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന സമയം, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് തന്നെ കാണിക്കും. അതായത് തലച്ചോറിനോട് അടുത്തുള്ള ഭാഗത്തൊക്കെയാണ് കടിയോ മാന്തലോ ഒക്കെ ഏൽക്കുന്നതെങ്കിൽ രോഗലക്ഷണം പെട്ടെന്ന് കാണിക്കും. ഇല്ല, നമ്മുടെ കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്, അതായത് ഇപ്പോൾ കാൽപാദത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ നമുക്ക് സാധാ വൈറൽ ഇൻഫെക്ഷൻ പോലെ പനിയോ അല്ലെങ്കിൽ തലവേദന, തൊണ്ടവേദനയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമിതമായ ഉമിനീരുണ്ടാവുകയും അത് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അത് കാരണം വെള്ളം കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയം, അതുപോലെ തന്നെ തണുത്ത വായുവിനോടുള്ള ഭയം, ഇതൊക്കെ ആയിരിക്കും രോഗലക്ഷണം. അവസാനം ആകുമ്പോഴത്തേക്കും നമുക്കിത് ബ്രെയിനിനെ ബാധിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ ശ്വാസതടസ്സവും അതുപോലെ സൗണ്ടൊക്കെ ഒന്ന് മാറി ആ രോഗി മരണത്തിന് കീഴ്പ്പെടും. അപ്പോൾ അത്രയും മാരകമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഈ പേവിഷബാധ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീട്ടിലെ പട്ടിയോ പൂച്ചയോ ഒക്കെ ഒന്ന് കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്താൽ അതിനെ നിസ്സാരമായി കാണരുത്. കാരണം നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ മൃഗങ്ങൾക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളിൽ നിന്നും കടിയോ മാന്തലോ ഒക്കെ ആയിട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു ഏരിയ പോയിട്ട്, അതായത് ആ മുറിവ് പറ്റിയ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ, കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നിങ്ങൾ കഴുകണം. അതിന് മടി കാണിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലവർ കഴുകുന്നുണ്ട്, പക്ഷേ എത്ര സമയം കഴുകിയെന്ന് ചോദിക്കുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറയും. അത് പോരാ, നിങ്ങളൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെയെങ്കിലും ഈ മുറിവിനെ കഴുകിയിട്ടുണ്ടാവണം. അങ്ങനെ കഴുകുമ്പോൾ നമുക്ക് കുറേ വൈറസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മുറിവിനെ ഒന്ന് പരിശോധിച്ചിട്ട് ആ മുറിവിനെ ഒരു 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ കാറ്റഗറി വെച്ച് വരുന്ന രോഗികൾ വളരെ കുറവാണ്. അത് നമ്മൾ മൃഗങ്ങളെ ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മുറിവൊന്നും ഇല്ലാത്ത തൊലിപ്പുറത്തി മൃഗങ്ങളൊന്നും നക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ മുറിവിനെ നന്നായിട്ട് കഴുകുക മാത്രം ചെയ്താൽ മതി. നമുക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിനേഷൻ എടുക്കുകയോ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കുകയോ ഒന്നും ആവശ്യമില്ല. ഇനി കാറ്റഗറി 2 എന്ന് പറയുന്നത്
രക്തം പൊടിയാതെ ഉണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന പോറലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാക്സിനേഷൻ ആയിരിക്കും എടുക്കുന്നത്, പ്രതിരോധ കുത്തിവയ്പ്പായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രക്തം പൊടിഞ്ഞുണ്ടാകുന്ന മുറിവുകൾ, അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ചുണ്ടിലോ വായിലോ ഒക്കെ ഈ മൃഗങ്ങൾ നക്കുവോ, അല്ലെങ്കിൽ ഓൾറെഡി മുറിവുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മൃഗങ്ങൾ നക്കേക്കുവോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പം ഈ കാറ്റഗറി 3 വഴി നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഒപ്പം തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രതിരോധം ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് നമ്മൾ എടുക്കും. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് നമ്മൾ പൊതുവേ ഈ മുറിവിന് ചുറ്റുമായിരിക്കും എടുക്കുന്നത്. അതായത് എവിടെയാണോ മുറിവ് ഉള്ളത് അതിന് ചുറ്റുമായിരിക്കും നിങ്ങൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കാൻ പോകുന്നത്. അത് ഒരു വ്യക്തിയുടെ തൂക്കത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടത് മുറിവിന് ചുറ്റും എടുക്കുകയാണ് ചെയ്യുക. ഇനി വാക്സിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പേശിക്കുള്ളിൽ എടുക്കുന്ന ഇൻട്രാമസ്കുലാർ വാക്സിനേഷനും ഉണ്ട്, തൊലിപ്പുറത്തെടുക്കുന്ന ഇൻട്രാഡെർമലും ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ എടുക്കുന്നത് ഇൻട്രാഡെർമൽ റൂട്ടായിരിക്കും. അതായത് തൊലിപ്പുറത്തുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. അത് നമ്മൾ 4 ദിവസങ്ങളിലായിട്ടാണ് എടുക്കുന്നത്. അതായത് ഇന്ന് നിങ്ങൾ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഡേ 0 ആയിട്ട് കൂട്ടിയാൽ ഡേ 0, ഡേ 3, ഡേ 7, ഡേ 28. അതായത് ഇന്ന് എടുത്തതിന് ശേഷം 3-ാം പൊക്കം, 7-ാം പൊക്കം, 28-ാം പൊക്കം. അത് നമ്മൾ നമ്മുടെ ഈ തോളിന് താഴെയുള്ള തൊലിപ്പുറത്ത് 2 കൈയിലായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതാണ് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പ്. പിന്നെ നമ്മൾ പേശിക്കുള്ളിൽ എടുക്കുന്നത് 5 ദിവസങ്ങളിലായിട്ടുള്ളതാണ്. അത് നമ്മളിപ്പം എടുക്കൽ കുറവാണ്. നമ്മൾ കൂടുതലായിട്ടും ഈ ഇൻട്രാഡെർമൽ റൂട്ടാണ് എടുക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ആ സെയിം ഡേ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ആ സെയിം ഡേ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നാണെങ്കിൽ ഫസ്റ്റ് ഡോസ് ഓഫ് വാക്സിൻ, അതായത് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ആദ്യത്തെ ദിവസത്തിന് ശേഷം 7 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ആർക്കൊക്കെയാണ് ഈ വാക്സിനേഷൻ എടുക്കാൻ പറ്റുന്നത്? ഈ ഒരു രോഗത്തിൻ്റെ റിസ്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വാക്സിനേഷൻ എടുക്കാം. അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പ്രായമായവർക്ക്, കുട്ടികൾക്ക്, എല്ലാവരിലും നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കും. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വാക്സിനേറ്റഡ് ആയി നമുക്ക് പിന്നീട് ഒരു റീ എക്സ്പോഷർ ഉണ്ടാവുകയാണ്. പിന്നീട് ഒരിക്കൽ കൂടി നമുക്ക് ഇതുപോലെ കടിയോ മാന്തോ ഒക്കെ പട്ടികളിൽ നിന്നോ പൂച്ചകളിൽ നിന്നോ ഏൽക്കുകയാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 3 മാസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രതിരോധ കുത്തിവയ്പ്പ് പിന്നീട് പോയി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ 3 മാസത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ 2 ദിവസങ്ങളിൽ, അതായത് ഡേ 0, ഡേ 3, ഈ 2 ദിവസങ്ങളിൽ പോയിട്ട് കുത്തിവയ്പ്പ് എടുക്കണം. അത് നിങ്ങളുടെ ഒറ്റ കയ്യിൽ മാത്രം, ഒറ്റ കയ്യിൽ തോളിൻ്റെ താഴെ തൊലിപ്പുറത്തായിട്ടായിരിക്കും നമ്മൾ ഈ കുത്തിവയ്പ്പ് എടുക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കേസിൽ പിന്നീട് നമുക്കൊരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടും? അത് നമുക്ക് സർക്കാർ തലത്തിലുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും കിട്ടും. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, ജില്ലാ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടും. ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പാണെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങളുടെ ലൈഫിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ മൃഗങ്ങൾക്ക് ഈ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വാക്സിനേഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കാനോ ഒരു തരത്തിലും മടി കാണിക്കരുത്. ഇത് നമുക്ക് സർക്കാർ തലത്തിലുള്ള ആശുപത്രികളിൽ സൗജന്യമായി കിട്ടുന്ന കുത്തിവയ്പ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായാൽ ഡെഫിനറ്റായിട്ടും കുത്തിവയ്പ്പ് എടുക്കണം. അതിന് നിങ്ങൾ മടി കാണിക്കുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ പെറ്റ്സിനെ, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പട്ടിയെ പൂച്ചയൊക്കെ നിങ്ങൾ ഈ ആൻറ്റി റാബീസ് വാക്സിനേഷൻ അവർക്കും എടുക്കേണ്ടതാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സേഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അതിൽ റിപ്ലൈ തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് പിന്നീട് വീണ്ടും കാണാം. ബൈ.